ഇടുക്കി ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ വനം വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീലക്കുറിഞ്ഞി നശിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. നിയമം ലംഘിക്കുന്നവരെ 1972 കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. ചൊക്കർമുടിയുടെ താഴ്ഭാഗത്തെ അനേക മരങ്ങളും കയ്യേറ്റക്കാർ നശിപ്പിച്ചെന്നും വെട്ടിക്കടത്തിയെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ വനംവകുപ്പും ജൈവവൈവിധ്യ ബോർഡും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ചൊക്കർമുടി സംരക്ഷണ സമിതി വനംവകുപ്പ് വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകിയത്. 2014 ഇതിനു മുൻപ് ചൊക്കർമുടിയിൽ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിട്ടത്. ഇനി 2026 നീലക്കുറിഞ്ഞി പൂവിടേണ്ടതായിരുന്നു. എന്നാൽ ചൊക്കർമുടിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയമുള്ള ഭൂമിയിലെയും സർക്കാർ ഭൂമിയിലെയും നീലക്കുറിഞ്ഞി വ്യാപകമായി നശിപ്പിച്ചു. ഭൂമി പ്ലോട്ടുകളായി തിരിച്ചതിനാൽ ഇനിയൊരു കുറിഞ്ഞി പൂക്കാലം ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.